അതിൽ ഏറ്റവും മുൻതൂക്കം കിട്ടിയിരിക്കുന്നത് വി.ഡി. സതീശന്റെ പേരിനാണ്. അപ്പോൾ ജനഹിതം മാനിക്കുമോ അതോ പാർട്ടിക്ക്? അതൊക്കെ 4-ാം തീയതിക്ക് ശേഷം തീരുമാനിക്കേണ്ട വിഷയമാണ്. 4-ാം തീയതിയുള്ള റിസൾട്ടിനെ കുറിച്ച് ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയാണ്. അതിനുശേഷമുള്ള കാര്യങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ട്. ഞങ്ങൾ മുമ്പ് സൂചിപ്പിച്ചതാണ്, അതിന് ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ഈ സാദിഖലി തങ്ങൾ പറയുന്നത് ഇപ്പോൾ എക്സിറ്റ് പോളിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് വി.ഡി. സതീശന് ലഭിച്ചിരിക്കുന്നത് അത് ജനഹിതമാണ്. ജനഹിതം അനുസരിച്ചാണ് UDF ഒരു തീരുമാനം അല്ലെങ്കിൽ കോൺഗ്രസ് ഒരു തീരുമാനം എടുക്കാൻ സാധ്യത എന്നാണ് ഇപ്പോൾ സാധിക്കലി. അതായത് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം മുസ്ലിം ലീഗ് പരസ്യമായി മുന്നോട്ട് വെക്കുകയാണ്. ഏതായാലും 4-ാം തീയതി റിസൾട്ടിന് ശേഷം പോരെ ഇതിനെക്കുറിച്ചുള്ള ചർച്ച. ഇപ്പോഴേ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഏതായാലും ഞാൻ പറഞ്ഞത് 4-ാം തീയതി കഴിഞ്ഞിട്ട് നമുക്ക് ആര് മുഖ്യമന്ത്രിയാവണമെന്നുള്ള കാര്യമൊക്കെ അന്ന് ചർച്ച ചെയ്താൽ മതിയല്ലോ. ഇന്ന് തന്നെ ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, സമയമുണ്ട് ധാരാളം. എങ്ങനെ? അല്ല, അങ്ങനെ ഒരു തോന്നലിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. പാർട്ടി നേതാവിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റ് ഘടകകക്ഷികളോട് ഞങ്ങൾ വിവരം അറിയിക്കും. ഇങ്ങനെ ഇതാണ് ഞങ്ങളുടെ ഒരു വികാരം എന്ന് അറിയിച്ച് അവരുടെ കൂടെ പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് പ്രഖ്യാപനം നടത്തുക. അല്ലെങ്കിലും ഘടകകക്ഷികളാരും പരസ്യമായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പരസ്യമായിട്ടും പറഞ്ഞില്ല, രഹസ്യമായിട്ടും പറഞ്ഞിട്ടില്ല. ഇല്ല, സാധാരണ പറയാറുമില്ല, പറഞ്ഞിട്ടുമില്ല, ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അത് നമുക്ക് 4-ാം തീയതി പറയാം. അല്ല, അതിനെക്കുറിച്ച് ഇപ്പം ഞാൻ പറയില്ല. ഞാൻ നിങ്ങൾ എത്ര കുത്തി ചോദിച്ചാലും 4-ാം തീയതി കഴിയാതെ ഇതിനെക്കുറിച്ച്, പ്രത്യേകിച്ച് നിങ്ങൾ പറയുന്ന സർവേയിൽ വട്ടിയൂർക്കാവിൽ ബലാബലാണല്ലോ, അപ്പോൾ അതും കൂടെ കഴിഞ്ഞോട്ടെ. ബലാബലം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ പറയാം. UDF വിജയിക്കുകയാണെങ്കിൽ UDF ഉയർത്തിയ ആശയങ്ങൾക്കുള്ള പിന്തുണയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവിനുള്ള പിന്തുണയാണ്? ടീം UDF എന്നുള്ള ആശയത്തിനുള്ള പിന്തുണയാണ്. ടീം UDF. അപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാണ് ടീം UDF എന്ന് പറയുന്നത്. എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ട്. 10 വർഷത്തെ ഭരണം കഴിഞ്ഞിട്ടാണ് വീണ്ടും അധികാരത്തിലേക്ക് വരുന്ന ഈ സർവേ റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. പക്ഷെ അപ്പോഴും ഒരു വലിയൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നതാണല്ലോ ഇതിനകത്ത് കാണുന്നത്. പക്ഷേ അത് റിസൾട്ട് വരുമ്പോൾ ആ സംശയത്തിന് മറുപടി ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഈ എക്സിറ്റ് പോളിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് സീറ്റ് കിട്ടും. അതാ ഞാൻ പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു തെറ്റായ സമീപനം, ഈ എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് കോടിക്കണക്കിന് രൂപ ചെലവിട്ട് പരസ്യം നൽകുന്ന ഇലക്ഷൻ കമ്മീഷൻ തന്നെ കേരളത്തിലെ 20,000-ഓളം ഉദ്യോഗസ്ഥന്മാരുടെ വോട്ടവകാശം നിഷേധിച്ചത് തികച്ചും തെറ്റാണ്. അതിന് ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യയിലെ ജനങ്ങളോട് പരസ്യമായിട്ട് മാപ്പ് പറയും. കാരണം 20,000 പേർക്കാണ് വോട്ടവകാശം നിഷേധിച്ചത്. ഈ ഇലക്ഷൻ കമ്മീഷൻ സഹായിച്ചതിൻ്റെ പേരിൽ മാത്രം അവരെ ക്രൂശിച്ചത് തെറ്റാണ്. അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു തീരാ കളങ്കമാണ്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരു കാവൽ മന്ത്രിസഭ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് പെരുമാറ്റച്ചട്ടം നിലവിലുണ്ട്. അതിന് ഗവർണറുടെ പെർമിഷൻ വാങ്ങിച്ചോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.